ആഡംബരം വേണ്ട. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. സന്തോഷേ എടാ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഫോൺ തന്നെ റിഹേഴ്സേ. എടാ നിന്റെ അടുത്ത് പറയരുതെന്ന് അവൻ പലതവണ എൻ്റെ അടുത്ത് പറഞ്ഞാണ്. നീ വള്ളി വരല്ലേ, നിന്റെ അവസ്ഥ ഇതായി പോയതാണ്. ആ സന്തോഷേ. എടാ കള്ള തൂമേ, നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ജിജു ആണ്. എടാ നീ വിളിച്ചിരുന്നല്ലേ? എടാ ഞാനേ ഇവിടെ ചീർമക്കാവിലായിരുന്നടാ. ചെറിയ ഉത്സവത്തിന്റെ ഒരു ചെറിയ തിരക്കും പരിപാടി. അപ്പൊ നിനക്ക് ഇപ്പൊ ഫോൺ എടുക്കാൻ പറ്റില്ലേ? അല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോഴേ നിന്റെ തിരക്കൊക്കെ. എടാ അതെന്താണെന്നറിയോ? നീ ഒന്നും പറയണ്ട. നിനക്ക് വാലാച്ചന്റെ വീട്ടിലാണ് പണി തന്നിട്ടാണ് ഞാൻ വിളിക്കണത്. എടാ അവിടത്തെ പണി കഴിഞ്ഞു, ഇനി നാളെ വൈകിട്ടേ ഉള്ളൂ. അവിടെ എന്താ പരിപാടി നാളെ? ഓ ഇന്ന് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എടാ നാളെ അവിടെ എന്തോ പാവക്കൂത്തൊക്കെയാണ്. പാവക്കൂത്താ? ഓ എന്തിനാടാ? ശരി നീ വെച്ചോ. അളിയോ ആ അന്നല്ല മേനാള് നിന്നെ പറ്റി ഇപ്പൊ വിചാരിച്ചോളൂ. ഓഹോ വല്ല കൊനിഷ്ടായിരിക്കും. അതിന് ഇവനെ പറ്റി നല്ലതെന്തെങ്കിലും വിചാരിക്കാൻ വേണ്ടേ? അല്ലേ വിജയ? വന്ന് കേറിയില്ല, അപ്പോഴത്തേക്കും തുടങ്ങി തള്ള. അമ്മ എന്ത് പറയുന്നു രാഘവ? ഓ പരമസുഖം, അകത്തുണ്ട്, പോയി കണ്ട. ആ ബാഗും കൊണ്ടോ? എന്താളിയാ കുറെ നാളായല്ലോ. ഉഗ്രനാക്കണ്ടേ നമുക്ക്? പച്ചക്കാണോ? നല്ല താത്തമ്മ പച്ച. എത്തി മോനെ. എന്താണ് അച്ഛമ്മയുടെ? അമ്മ അത്തിട്ട്. ആ നിന്റെ പരിപാടി എന്തോ? എന്ത് പരിപാടിയുടെ? രാവിലെ തൊട്ട് ഓട്ടം തന്നെ. ഇപ്പൊ വീണ്ടും കടയ്ക്ക് പോണം. ആ മൊട്ടനെ തപ്പി ഇറങ്ങിയാണ്. എവിടെയാ അവൻ? പറഞ്ഞ പോലെ അവൻ എവിടെ പോയി? അല്ല എവിടെയാ അവൻ ഈ രാവിലെ എന്തോ വ്ളോഗ് തേങ്ങാന്ന് പറഞ്ഞ് നടക്കണ്ടായിരുന്നു. അല്ല നിന്നെ കണ്ടാവും മുങ്ങുമല്ലോ. മര്യാദ. അതിപ്പോ നീ വന്ന സ്ഥിതിക്ക് അവന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് പോയിട്ട് വരാം. ഞാൻ അവരോട് ഒരു ചെറിയൊരു പരിപാടി പരിപാടി എന്താന്ന് എനിക്ക് മനസ്സിലായി. അളിയോ ഗണപതിക്ക് വെച്ചതേ കാക്കൊണ്ട് തക്കാളിയിൽ ഒതുങ്ങിയ ഭാഗ്യം. ഉമ്മാരെ കൊണ്ട് നാടൻ ചെയ്യുന്ന കാര്യം വലിയ പാടാന്നാ എനിക്ക് തോന്നുന്നു. അവൻ എന്ത് പറഞ്ഞു? ആ നീ എപ്പ എത്തി? ജിജോട്ടാ എനിക്ക് എന്തെങ്കിലും ഒരു റോള്? നീ വലിയ യൂട്യൂബറൊക്കെ അല്ലേ, നിനക്ക് നമ്മുടെ നാടകമൊക്കെ പറ്റുമോ? നീ കണ്ടിട്ടില്ലേ, വലിയ സെലിബ്രിറ്റിയാണ് ചെക്കൻ. സംഭവമൊക്കെ ശരി തന്നെ, പക്ഷെ എൻ്റെ മനസ്സ് മുഴുവൻ അഭിനയാണ് ജിജോട്ടാ. എൻ്റെ ഈ കഴിവ് എവിടെയെങ്കിലും കാണിക്കണ്ടേ എനിക്ക്? എന്തെങ്കിലും ഒരു റോളൊന്നും എനിക്ക്. റോളൊക്കെ കഴിഞ്ഞടാ, അടുത്ത കേരളോത്സവം നോക്കാം. എന്തൊരു ജിജോട്ടാ, കഴിഞ്ഞ തവണ തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ട് കേരളോത്സവത്തിൻ്റെ ഇവിടെ കളിച്ച് നാടകം മുഴുവൻ ഡയലോഗും തിരിച്ച് തക്കാളി ഇട്ടില്ല എല്ലാത്തിനും. അതാലോചിച്ച് ഞാൻ ഇപ്പോഴും ഇടയ്ക്ക് ചിരിക്കാറുണ്ട്. എന്തൊരു ഓട്ടായിരുന്നു. നീ പോയേ, അടുത്ത പ്രാവശ്യം നേരത്തെ ഒന്ന് റോൾ തരാം കേട്ടോ. സന്തോഷേട്ടാ. തക്കാളി ഏറെ ഓർത്ത് നീ എന്നും ചിരിക്കാറുണ്ടല്ലേ? ഇടയ്ക്ക് ചെല്ലു നീ പോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഹീറോ ആയിട്ടെങ്കിലും പോടാ. ആ ൂക്കണ്ടായിരുന്നു തൊഴിൽ. അവൻ എന്ത് പറഞ്ഞു? നീ കേട്ടല്ലേ? ഈ പൊട്ടനല്ല അബു. നാളെ അവിടെ പാവക്കൂത്താണ്. മൊത്തം ഇരുട്ടായിരിക്കും. അതിനിടെ കയറി പറ്റിയ അവളെ കാണാൻ പറ്റും. നീ ചെന്ന് പിടിച്ചു വെച്ചു കൊടുത്താൽ മതി. ആ കൊക്കാവനെ അവിടെ ഇരുത്തിയിട്ടാ ഞാൻ വന്നത്. പോയി നോക്കട്ടെ ഞാൻ പ്രാന്ത് എന്തൊക്കെയാണോ അവിടെ പഠിച്ചു. ഇതാരാ? ഇതല്ല ഉണ്ണിയാടി, കണ്ണിക്കൂടെ പൊന്നിച്ച് പറക്കും. അങ്ങനെ അവൻ പറഞ്ഞതാ. നാരായണപ്പൂ, ഒരു ലിസ്റ്റ് ഉണ്ട്. അതെ, കർപ്പൂരം ഒരു 10 പാക്കറ്റ് എടുക്കും. ഒരു വെറ്റെടുക്കണ്ട. ആ ഇതാ വെറ്റില എടുത്തുണ്ട് കേട്ടോ. കർപ്പൂരം 10. ദേവനാണ് മറ്റേ ഇവൻ മറ്റേ ക്ലബിൽ നിൽക്കണ
കർപ്പൂരം എടുത്തു. ഇനി എന്താ വേണ്ടേ? അരി എടുക്കട്ടെ അരി. അവനാ ആ മട്ടല്ലേ? ആ, മട്ട മട്ട. സന്ധ്യയുടെ പുറകെ നടക്കുന്നില്ലേ? ഇവനാണോ? ആ. എടാ ജിജു, ഒന്നിങ്ങനെ വന്നടാ. ഈ ചാക്കൂടി നിർത്തി വെച്ച്. ചേട്ടാ ചേന എടുക്ക്. ഓ ചേന എത്ര? 10 കിലോ എടുത്തോളി. ചേട്ടാ ഏതെടുക്കണ്ടേ? ഇതാണോ? നിർത്തിക്കോണം എന്ത്? എല്ലാം. നീ പെടലിക്കാവിലെ പൂരൊന്നും കേട്ടിട്ടുണ്ടോ? ഇവിടെ ഇവിടെ തിരിച്ചടിക്കണം. തിരിച്ചടിച്ചില്ലെങ്കിൽ മോശമായിട്ട് മോനെ കാണട്ടോ എല്ലാരും. തല്ലോട് ചാവോ? 4 എണ്ണം കൂടെ വരാം. ഓടാ ചൊക്കളി. പെടലിക്കാവിലെ പൂരം മാത്രമേ നീ ഇപ്പൊ കണ്ടിട്ടുള്ളൂ. വെടിക്കെട്ട് കണ്ട ചിലരുണ്ട് ഇവിടെ. നീയായിട്ട് എന്നെ കൊണ്ട് തിരി കൊളുത്തിക്കരുത് കേട്ടോ. പൊട്ടറാ. കൊടുത്തത് പോരെ. ഉഷാറായി.
മരണ വീട്ടിലിരിക്കണ പോലെ ഉണ്ടല്ലോ. എടാ കഴിഞ്ഞത് കഴിഞ്ഞു, വെറുതെ ഒന്നല്ലല്ലോ. അവിടുത്തെ പെണ്ണിൻ്റെ പുറകെ നടന്ന ഏത് ചേട്ടനായാലും തല്ലും. അങ്ങനെ അടി വാങ്ങി വീട്ടിൽ പോണ ശീലേ ജനാർദ്ദന മോനില്ല. അതാരാ ജനാർദ്ദനൻ? ഇവന്റെ അച്ഛൻ. ഓ, നിനക്കിപ്പോൾ എന്താ വേണ്ടത്? അവനെ ഒറ്റിക്കണം. അടിക്കാലോ. അയ്യോ, ഇവനെ കണ്ടാൽ ഏകദേശം എങ്ങനെ ഇരിക്കും? കണ്ടാ ഏകദേശം നമ്മളെയൊക്കെ പോലെ തന്നെ ഇരിക്കും. ആ, എന്നാ പിന്നെ അപ്പം തന്നെ അടി കൊടുക്കായിരുന്നല്ലോ, മാറ്റി വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, ആ സമയത്ത് നമ്മളത് പ്രതീക്ഷിക്കണല്ലോ. തല്ലിയാ പോരാ, പിന്നെ അവന്റെ മുന്നിലൂടെ അവളെ വിളിച്ചിറക്കി കൊണ്ടുപോകണം. ആ, അത് വേണം. അപ്പോ ഓൾ ദി ബെസ്റ്റ്. എനിക്ക് പോയിട്ടെന്തോ പണിയുണ്ട്. ദേ അബു, നീ ഒറ്റ ബുദ്ധി കാണിക്കല്ലേ. ഒറ്റ ബുദ്ധിയാ? എടാ, ഇവന്റെ ആവേശത്തിന് പലതും ചെയ്യും. നീയും പോയി അടി കൊണ്ടോ അവൻ്റെ കൂടെ. ഞാൻ തമാശ പറഞ്ഞല്ല, ഞാനത് ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ എനിക്കവളെ കിട്ടൂല. ആ വീടിൻ്റെ പുറത്തവൾ ഇറങ്ങുന്നത് മറ്റൊരാളുടെ ഭാര്യയായിട്ടായിരിക്കും. അവളെ എനിക്ക് രക്ഷിക്കണം. നാളെ കഴിഞ്ഞാൽ അതിനൊരു അവസരം ഉണ്ടാവില്ല. നിനക്കെന്നെ കൂടെ നിൽക്കാൻ പറ്റുമോ? ഞാൻ എന്തായാലും നിന്റെ കൂടെ നിൽക്കും. നിനക്ക് വല്ല അസുഖമുണ്ടോ ചങ്ങാതി? എടാ, ഇതൊക്കെ അല്ലടാ ഒരു ത്രില്ല്. അപ്പൊ നിനക്കും ഓൾ ദി ബെസ്റ്റ്. എടാ അബു, പറയുന്ന ഞാൻ കേൾക്കണത്. നമ്മൾ പറഞ്ഞത് മുഴുവൻ ഇയാൾ കേട്ടാ? എന്താ പൊട്ട? എന്താ പറയാ? എടാ നിന്നെ സതീശൻ കൈവച്ച കയ്യും വെച്ച് കാലും വെച്ച്. അതിനെ നിന്നോടന്ന് വിടുന്ന് പറഞ്ഞത്. അതിന് ഞാൻ ഒന്നിനും പോയിട്ടില്ല മെമ്പറെ. നിങ്ങളവിടെ കടവിൽ പോയിട്ട് ചോദിച്ചു നോക്ക്. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് നീ ആയിട്ട് ഒന്നിനും പെടാൻ നിൽക്കണ്ട. നമ്മളെ ആണുങ്ങളല്ലേ. ആണുങ്ങളാച്ചിട്ട് എന്താവുന്ന മെമ്പർ പോയി നമ്മളത് പ്ലാൻ ചെയ്യട്ടെ. എന്ത്? അല്ല, നാടകത്തിന്റെ കാര്യങ്ങളൊക്കെ. നാടകത്തിന്റെ പിന്നെ മക്കളെ ഏടാ കൂടത്തിലൊന്നും പോകാൻ നിൽക്കണ്ട. മണികണ്ഠേട്ടനാണ് പറഞ്ഞത്. സുമേഷ് ഏട്ടാ കേട്ടല്ലോ. അയാളതൊക്കെ പറയും, നമ്മള് തല്ലും. വേദന ഇനി മാറിയില്ലടാ ഉണ്ണി. കല്ലായിരുന്നാ? ചേട്ടാ കുറച്ച് ആറ് മീൻചാറാ സാമ്പാറാ? സാമ്പാർ കൊള്ളില്ലെന്ന മീൻചാറ്. അത് മീൻചാറാണ്. തലയിൽ കൂടെ വീത്ത്. ഞാൻ പ്ലാൻ പറയട്ടെ. പറ. നീ ആദ്യം ആ തറവാടും പരിസരവും മനസ്സിൽ കണ്ടോ? കണ്ടു. നാളെ ആ വീടിന്റെ പരിസരം മൊത്തം ആളായിരിക്കും. അതെ, ആ ചുരുക്ക് മൊത്തം ട്യൂബിലിട്ട് വെച്ചിട്ട് ഈ മാസപ്പാടും. ബാക്കി പറ. ആദ്യം ലൈറ്റ് ഓഫ് ആക്കണം. വീടിൻ്റെ ഉള്ളിൽ തിക്കും തിരക്കായതുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ വലിയ പണി ഉണ്ടാവില്ല. നീ എന്താ ആലോചിക്കണേ? ഞാനിന്ന് വൈകുന്നേരം ഇളയപ്പൻ്റെ കൂടെ സൗദിക്ക് പോയാലോന്ന് ആലോചിക്കാം. നീലേ പണി നടക്കൂല. എന്ത് പണി? എടാ, നാളെ പോണ കാര്യം അവളെ അറിയിക്കണ്ടേ? ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ കാലത്ത് വന്ന പൂജയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കോഴിയെ അറുത്ത് പൂജ. ഒരു മൊസപ്പെട്ടേനിയൻ സംസ്കാരത്തിൽ രീതിയിൽ അമ്പരചുംബികളായ തെങ്ങുകൾക്ക് താഴെയാണ് ഈ ചടങ്ങ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം തളിക്കുമ്പോൾ കോഴി തലയനക്കണം. അതൊരു അനുവാദമായിട്ട് കണ്ടുകൊണ്ട് എൻ്റെ അമ്മാവൻ നല്ല തളി തളിക്കുന്നുണ്ട് കോഴിയുടെ മേത്തേക്ക്. കണ്ടില്ലേ, എല്ലാവരും നല്ല പ്രാർത്ഥനയിലാണ്. ഗൈസ്, നിങ്ങളും പ്രാർത്ഥിച്ചോളൂ, കാരണം പ്രാർത്ഥനയുടെ ശക്തിയാണ് ഇതിൻ്റെ മെയിൻ സംഭവം. കോഴി തലയനക്കുന്നില്ല ഗൈസ്. ഒരു താല്പര്യമില്ല. അത് വേറൊരു കോഴിയാണ് ഗൈസ്, നമ്മൾ മൈൻഡ് ചെയ്യുന്നത്. എന്താ ചെയ്യാ? രാവിലെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അമ്മായി. പൂ പിടിച്ചൊന്ന് പൊക്കിയാലോ? ചെറിയ കിണ്ടിയാണ്. സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ മരണം ഉറപ്പാണെന്ന് അറിയുന്ന പല വസന്ത പിടിച്ച കോഴിയാണത്. ഏയ്, പ്രേമികളെ പിടിച്ചതാ. അതുപോലെ തലേശ തല മുക്കിക്ക് ബോധം വന്നോളൂ. ഇനി വല്ല ഡിപ്രഷനായിരിക്കും. കാലത്ത് നല്ല ഹാപ്പി ആയിരുന്നു. ഞാനും വിളിക്കൂ. ഇത് ശേഷം കോയിനെ ഈ കുണ്ടത്തിലേക്ക് ഇട്ടാ. അച്ഛാ, കുറച്ചുകൂടി ഈ ചാടല് തുറന്നിട്ട് പോണ്ടായിട്ട് കള്ളു കുമ്പളം ഇങ്ങോട്ട് അടിക്കേണ്ടി വരുമോ? ഏയ്, അതിൻ്റെ ആവശ്യം വരില്ല. കുമ്പളങ്ങ കാണിച്ചിട്ട് എന്നിട്ട് കാര്യം?
കോഴിയിൽ ഇങ്ങനെ വ്ളോഗ് വർക്കാവില്ല. പോയത് പോയി. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വേറൊരു കോഴിയെ വാങ്ങിട്ട് വരിക. അതിന് കടയൊക്കെ അടച്ചിട്ടുണ്ടാവേ. കട കുത്തി തുടങ്ങിട്ടാണെങ്കിലും വാങ്ങിച്ചിട്ട് വരണം. വാ മെമ്പറേ. പിന്നെ അല്ല മെമ്പർ മണി കണ്ടുള്ളപ്പോഴാ കോഴി നടക്കാണ്ട്. പിന്നെ അല്ല, കാശുണ്ട് കയ്യില്. വെറുതെ ഇരിക്കണ പേരാ. പേഴ്സലുണ്ട്. ഇതാരാ? ഇവിടൊക്കെ നമുക്ക് കുറച്ച് വോട്ടുള്ള സ്ഥലമാണ്. ഞാൻ നോക്കി വരാം. നിങ്ങൾ പറയുന്നില്ലേ? യൂസഫ് അതെ സതീശ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തേ? ആ കടയിൽ ഇന്ത്യക്കാര ചെക്കല്ലേ, അവൻ ചാവിയായിട്ട് പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ പൂട്ടങ്ങ് പൊളിച്ചാ പോരെ? പൂട്ടൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അത്ര വലിയ അത്യാവശ്യമാണെങ്കിലേ വേറെ വല്ല വെട്ടിപ്പോയി നോക്കി. ആരെങ്കിലും തരാതിരിക്കില്ലാന്ന് മെമ്പർ വിചാരിച്ച നടക്കും. എൻ്റെ അടുത്തത് വേണമായിരുന്നു മെമ്പറേ. ഓ, നിങ്ങൾ പഞ്ചായത്തിലൊരു പൂട്ടിന് അപേക്ഷ